You've been talking about patience, hoping for everlasting. വെൽക്കം ബാക്ക് ടു NKL EDITS. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു അടിപൊളി 3D ക്യൂബ് ട്രാൻസിഷൻ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് അലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എത്ര ടൈം എടുക്കുമെന്ന് എനിക്കറിയില്ല ചെയ്യാൻ വേണ്ടി. അതായത് ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അതായത് എത്ര ടൈം എടുക്കുമെന്ന് എനിക്കറിയില്ല. അപ്പം ചിലപ്പോൾ കുറച്ച് ലെങ്തി ആവാനാണ് സാധ്യത. കാരണം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ നോക്കുന്നുണ്ട്. അതായത് എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ. അപ്പോൾ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെ ഒരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഫോട്ടോയുടെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 1.3 ആണ്. ഈ ഒരു ഡ്യൂറേഷനിലാണ് ഞാൻ ഒരു ഫസ്റ്റത്തെ ക്ലിപ്പ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എഫക്ട്സ് ഓരോന്നോരോന്നായി ആഡ് ചെയ്യുക. ഫസ്റ്റ് ആ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുക, എഫക്ട്സ് ആഡ് എഫക്ട്സിൽ വരിക. 3Dയിൽ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യേണ്ടത് ഹോളോ ബോക്സ് പറഞ്ഞ ഒരു എഫക്റ്റാണ്. അതൊന്ന് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. ഓക്കെ, ഇനി ഇതിലാണ് നമ്മുടെ കുറേ അധികം ചേഞ്ചസ് വരുത്തേണ്ടത്. ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു ഓപ്ഷൻസിൽ നമ്മൾ കുറേയൊക്കെ ചേഞ്ചസ് വരുത്താനുണ്ട്. ഫസ്റ്റ് നമ്മൾ ഹൈറ്റാണ് ചേഞ്ച് ചെയ്യുന്നത്. ഹൈറ്റ് ഇപ്പോൾ 100-ലായിരിക്കും ഉണ്ടാവുക. അത് വന്ന് നമ്മൾ 50-ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കറക്റ്റ് 50-ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വാല്യൂസ് ഒന്നും നിങ്ങൾ മാറ്റാതെ നോക്കുക. വാല്യൂസ്, ഗ്രാഫ്സ് ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഹൈറ്റ് നമ്മൾ ഫസ്റ്റ് മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ തിക്നെസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് വന്ന് നമ്മളിപ്പോൾ 5-ലായിരിക്കും ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുക. അത് നമ്മൾ 0.1-ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് 0.1-ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനത് 0.1-ലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണിക്കും. ഇനി ഇവിടെ നമുക്ക് ഫ്രണ്ട് സൈഡ്, ടോപ്പ് സൈഡ് ഇങ്ങനെയൊക്കെ പാർട്ട് കാണിക്കുന്നുണ്ടാവും. ഇവിടെ നമുക്ക് ടോപ്പ് സൈഡ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നോർമൽ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഹിഡൻ എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ ഹിഡൻ എന്നുള്ളത് കൊടുക്കുക. ഇനി നമ്മൾ ഇതേപോലെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള അവിടെയൊക്കെ കുറേ ചേഞ്ചസ് വരുത്താനുണ്ട്. ഇനി നമുക്കിവിടെ ഷൈൻ എന്ന് പറഞ്ഞൊന്നുണ്ടാവും. അത് നമ്മൾ 0-ലേക്ക് ആക്കി കൊടുക്കുക. ഓക്കെ, 0-ലേക്ക് ആക്കി കൊടുക്കുക. ഇനി നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇതേപോലെ സ്ക്രോൾ ചെയ്ത് വരിക. ഓക്കെ, ഇവിടെ നമുക്ക് ഏറ്റവും താഴെയായിട്ട് ഓഫ് സെറ്റ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ എക്സിന് നമുക്ക് ചേഞ്ചസ് ഒന്നുമില്ല. പക്ഷേ വൈക്ക് -250-ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, -250-ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, -250 ഞാൻ പറയുമ്പോൾ കുറച്ച് ലാഗും ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇത് ഓരോന്ന് ഞാൻ നോക്കി ചെയ്യുന്നതാണ്. ഓക്കെ, കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മെല്ലെ മാത്രമേ ഓരോന്നും ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്കിതിൽ ഓറിയൻറ്റേഷനാണ്, ആ ഒരു റൊട്ടേഷനാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഓറിയൻറ്റേഷനിലേക്ക് വരിക. ഫസ്റ്റ് ഓപ്ഷനാണത്. അപ്പോൾ ഓറിയൻറ്റേഷനിലേക്ക് വന്ന് 4-5-ൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. സെൻറ്ററിലായിട്ടൊരു കീ ഫ്രെയിം. ഓക്കെ, ഫുള്ള് വാല്യൂ 0 ആണ് കൊടുക്കേണ്ടത്. ഒന്നാമത്തേൽ ഫുള്ള് 0 ആണ്. ദെൻ ഫസ്റ്റിലേക്ക് നമുക്കൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതിൽ ബീറ്റയുടെ വാല്യൂ നമ്മൾ 90-ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കറക്റ്റായിട്ട് 90-ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ഇതേപോലെ നമ്മൾ 90 ആക്കി കൊടുക്കുക ബീറ്റയുടെ വാല്യൂ. അപ്പോൾ ആ ഒരു ബീറ്റയുടെ വാല്യൂ ഇതേപോലെ കറക്റ്റ് 90 ആയി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു കീ ഫ്രെയിം ഇതേപോലെ എൻഡിലേക്കായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു കർവ് ആഡ് ചെയ്യണം. ഈ ഒരു മൂന്നാമത്തെ കർവ് സെലക്ട് ചെയ്യുക. ആ ഒരു കർവ് വന്ന് ഇതേപോലെ മുകളിലേക്കായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഗ്രാഫിലും വാല്യൂസിലൊന്നും ഒരു മാറ്റവും വരരുത്. ഓക്കെ, ദെൻ നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ അടുത്തതായി നമ്മൾ ഈ ഒരു റൊട്ടേഷനിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റൊട്ടേഷനിലേക്ക് വരിക. റൊട്ടേഷനിൽ വന്നിട്ട് നമുക്ക് 2 കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം അതെല്ലാ വാല്യൂം 0, ശേഷം ആ ഒരു കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് കൊണ്ടുവരിക. ഇനി എൻ്റെ വാല്യൂ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. അതായത് വാല്യൂസ് കൊടുക്കാനുണ്ട്. അതിൽ എക്സിൻ്റെ വാല്യൂ നമ്മൾ 40-ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് 40 സെറ്റ് ചെയ്ത് കൊടുക്കുക എക്സിൻ്റെ വാല്യൂ. വൈയുടെ വാല്യൂ 134-ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ കറക്റ്റായിട്ട് നോക്കി ചെയ്യുക. ഓക്കെ, ഇതേപോലെ 134-ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. സെഡിൻ്റെ വാല്യൂ നമ്മൾ ചേഞ്ചസ് ഒന്നും ചെയ്യേണ്ട. ശേഷം ഈ ഒരു കീ ഫ്രെയിം ഇതേപോലെ എന്നിലേക്കായി സെറ്റ് ചെയ്യുക. ഇനി നമ്മളിതിൽ 4-ാമത്തെ കർവ് സെലക്ട് ചെയ്യുക. ശേഷം ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഏകദേശം ഇതേപോലെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ഒരു കർവ് കോപ്പി ചെയ്യുക. കാരണം ഈ ഒരു കർവ് എന്നും നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ശേഷം ഞാൻ ഇതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു മോഷൻ മാത്രമേ നമ്മൾ ഇതിലേക്ക് വന്നിട്ടുള്ളൂ. ഇന്നും ഇതിൽ തന്നെ ഒരുപാട് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിതിലേക്ക് പൊസിഷനാണ്, അതായത് നമ്മൾ നേരത്തെ പൊസിഷൻ്റെ ഇവിടെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെയും ഓരോ കീ ഫ്രെയിംസ് വെച്ച് ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, പൊസിഷനിൽ നമ്മൾ വരിക. ഇവിടെ ഫസ്റ്റ് നമ്മൾ സെഡും വൈയും ആണ് നമ്മളിവിടെ ചേഞ്ച് ചെയ്യുന്നത്. എക്സിന് ചേഞ്ചസ് ഒന്നുമില്ല.
അപ്പോൾ ഫസ്റ്റ് കീ ഫ്രെയിം നമ്മൾ ഫസ്റ്റ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം വൈയുടെ വാല്യൂ നമ്മൾ 50 ആക്കി കൊടുക്കുക. വൈയുടെ വാല്യൂ നമ്മൾ കറക്റ്റ് 50 ആക്കി കൊടുക്കുക. ശേഷം സെറ്റ് എടുക്കുക. സെറ്റ് ഇവിടെ 600 ഉണ്ടാവുക, അത് നമ്മൾ കുറച്ച് കൊടുക്കുക, ഒരു 350 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെറ്റിൻ്റെ വാല്യൂ കറക്റ്റ് 350 ആ റേഞ്ചിലേക്ക് നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതേപോലെ അത് ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ഇനി നമ്മൾ എൻഡത്തെ കീ ഫ്രെയിം സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി എൻഡിലായിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതിൻ്റെ വാല്യൂ വൈയുടെ വാല്യൂ 15 സെറ്റ് ചെയ്യുക. ഓക്കെ, കറക്റ്റ് 15 സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റിൻ്റെ വാല്യൂ നമ്മൾ 280 സെറ്റ് ചെയ്യുക, 280. ഓക്കെ, ഇതേപോലെ 280 സെറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു കർവ് ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തത് അതിൻ്റെ താഴെ തന്നെ സ്കെയില് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി അതാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അതിന് ഫസ്റ്റ് നമ്മൾ സെൻറ്ററിലായിട്ടൊരു കീ ഫ്രെയിം, ഇതേപോലെ സെൻറ്ററിലൊരു കീ ഫ്രെയിം, ഇവിടെ ഫസ്റ്റ് ആയിട്ടൊരു കീ ഫ്രെയിം. അപ്പോൾ ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ നല്ലപോലെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, ഒരു 2.5 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കറക്റ്റ് നല്ല വൃത്തി സൂം ചെയ്ത് കൊടുക്കുക, ഒരു 2.5 ഈ ഒരു റേഞ്ചിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഇതേപോലെ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളിവിടെ ഈ ഒരു കർവ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു കർവാണ് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഇത്രയും ചെയ്ത ശേഷം നമ്മൾ അടുത്തത് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ് എടുക്കേണ്ടത്. ഈ ഒരു ലെയർ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. നമ്മൾ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സിലേക്ക് വരിക, അതിൽ ഹോളോ ബോക്സിൽ വരിക. ഇത് നമ്മളിനി പൊസിഷനാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അതിനുവേണ്ടി പൊസിഷൻ്റെ ലെയർ, അതായത് ആ ഒരു പൊസിഷൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു എൻഡിലെ കീ ഫ്രെയിം ഇല്ലേ, അവിടെയാണ് നമുക്ക് വാല്യൂസ് ചേഞ്ച് ചെയ്യേണ്ടത്. ആ ഒരു കീ ഫ്രെയിം കളയുക, എന്നിട്ട് ഒന്നും കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, ആഡ് ചെയ്ത ശേഷം നമ്മളിതിൽ വൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്യണം. വൈയുടെ വാല്യൂ 195 195 ആ ഒരു വൈയുടെ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യുക, 195 കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇനി മുമ്പോട്ട് പോകുമ്പോൾ, അപ്പോൾ നോക്കിയിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാ 195 അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. സെറ്റിൻ്റെ വാല്യൂ നമ്മളൊരു 280 സെറ്റ് ചെയ്യുക. സെറ്റിൻ്റെ വാല്യൂ 280 സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് എൻഡിലേക്കായി സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഒരു കർവ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ട് ആ ഒരു ടോപ്പ് സൈഡ് ഹിഡൻ ആക്കിയിട്ട് അത് നോർമലാക്കി ഇടുക. ഇവിടെ ബോട്ടം സൈഡ് ഉണ്ടാവും, ബോട്ടം സൈഡ് നമ്മൾ ഹിഡൻ ആക്കുക. ഓക്കെ, ഇതേപോലെ സെറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ റൊട്ടേഷനിലാണ് ചേഞ്ചസ് വരുത്തേണ്ടത്. റൊട്ടേഷനിലേക്ക് പോവുക. ഇവിടെ എൻ്റെത്തെ കീയിൽ തന്നെയാണ് നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ടത്. ഇവിടെ എക്സിൻ്റെ വാല്യൂ നമ്മൾ -15 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എക്സിൻ്റെ വാല്യൂ -15 ആ ഒരു റേഞ്ചിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. വൈയുടെ വാല്യൂ 135. ഓക്കെ, 135 സെറ്റ് ചെയ്യുക. ശേഷം ആ ഒരു കർവ് ഇതേപോലെ എൻഡിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഒരു കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത ശേഷം നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ പൊസിഷനിലേക്ക് വരിക ഒന്നുകൂടെ. അപ്പോൾ പൊസിഷനിൽ ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂവിൽ ചെറിയൊരു ചേഞ്ച് വരുത്താനുണ്ട്. നമുക്കിപ്പോൾ ഇതേപോലെ ഉണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ ഭാഗം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റത്തെ കീ ഫ്രെയിമിലേക്ക് വരിക. ഇതിൽ വൈയുടെ വാല്യൂ 150 സെറ്റ് ചെയ്യുക. ഓക്കെ, കറക്റ്റായിട്ട് 150 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കറക്റ്റ് 150 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു കർവ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഓഫ് സെറ്റ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് അതാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഓഫ് സെറ്റിൽ ഇവിടെ -250 ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ +250 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, +250 കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം നമുക്കൊന്ന് ഇത് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിക്കായിരിക്കും ഫസ്റ്റ് നമ്മൾ ആ ഒരു ക്ലിപ്പ് ഉണ്ടാവുക. പിന്നെ കണ്ടില്ലേ, ഈ ഒരു ബോക്സ് ഓപ്പൺ ആവുന്ന രീതിക്ക് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ലെയറാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്തൊരു ഫോട്ടോ ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുത്ത ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഇപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് ആഡ് ചെയ്യുന്നത്. ശേഷം ഇതും നമ്മൾ ക്ലിപ്പിന് കണക്കായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ,
വീഡിയോ നല്ല ലെങ്ത്തിൽ പോകുന്നുണ്ട്, അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതുകൊണ്ടാണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നതുകൊണ്ടാണ് ഇത്ര ലെങ്ത്തിൽ പോകുന്നത്. അപ്പോൾ മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കുക. ഓക്കെ അപ്പോൾ നമുക്കിനി ഈ ഒരു ലെയറിലാണ് സംഭവങ്ങളൊക്കെ ഇനി അടുത്ത എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ലാഗ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആഡ് ചെയ്ത 2 ലെയർ അങ്ങ് ഓഫാക്കി ഇടുക. ഓക്കെ, തൽക്കാലം ഓഫാക്കി ഇടുക, പിന്നെ നമുക്ക് ഓണാക്കാം. ഓക്കെ, ഇനി ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ വരിക, ആഡ് എഫക്ട്സിൽ വരിക. ഇതിൽ വന്ന് 3Dയിൽ വന്ന് ഒക്ടാഹെഡ്രൺ എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് ഉണ്ട്, അത് വന്ന് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുറേ ചേഞ്ചസ് കാര്യങ്ങളും വരുത്താനുണ്ട്. അപ്പോൾ സൈസ് വന്നിപ്പം 300 ഉണ്ടാവുക, അത് നമ്മളൊന്ന് 280 ആക്കി കൊടുക്കുക. ഓക്കെ, കറക്റ്റ് ഒരു 280 ആ ഒരു റേഞ്ചിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് 280 ആക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ ഹൈറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, അത് വന്ന് 100 ഉണ്ടാവുക, അത് നമ്മൾ 120 ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ കറക്റ്റ് 120 ആക്കി കൊടുക്കുക, നിങ്ങൾ കറക്റ്റ് വാല്യൂ സെറ്റ് ചെയ്യുക. ഓക്കെ, അത് 120 ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ താഴേക്ക് വരുമ്പോൾ ഇവിടെ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, പൊസിഷനിൽ നമുക്ക് ചേഞ്ച് ചെയ്യണം. അതിൽ നമ്മൾ വൈര വാല്യൂ വന്ന് 55 ഉണ്ടാവുക, അത് വന്ന് നമ്മൾ 100 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കറക്റ്റ് 100 സെറ്റ് ചെയ്യുക. സെഡിൻ്റെ വാല്യൂ 500 ഉണ്ടാവുക, അത് നമ്മളൊന്ന് 350 ആക്കി കൊടുക്കുക. ഓക്കെ, കറക്റ്റ് 350 ആ ഒരു റേഞ്ചിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് താഴേക്ക് വരുമ്പോൾ ഇവിടെ സ്കെയിൽ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. സ്കെയിൽ വന്നിപ്പോൾ 1 ഉണ്ടാവുക, അത് നമ്മൾ കുറച്ച് കൊടുക്കുക, ഒരു 0.35 സെറ്റ് ചെയ്യുക. ഓക്കെ, 0.35. നമുക്ക് ഇവിടെ ഷൈൻ ഉണ്ടാവും, അത് 0.80 ഉണ്ടാവുക, അത് 0 സെറ്റ് ചെയ്യുക. ഇനി നമ്മൾ ആദ്യം താഴേക്ക് പോവുക. ഓക്കെ, താഴേക്ക് പോയാൽ നമുക്കിവിടെ ക്രോപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ടാകും. ക്രോപ്പ് വന്ന് 1 ഉണ്ടാവുക, അത് നമ്മൾ 1.7 ആക്കി കൊടുക്കുക. കറക്റ്റായിട്ട് ഇതേപോലെ നിങ്ങൾ ഈ ഒരു വാല്യൂ ഒക്കെ കറക്റ്റ് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പ്രിവ്യൂവിൽ കണ്ട കറക്റ്റ് സംഭവം കിട്ടത്തുള്ളൂ. 1.7 ആക്കുക. ഇനി അതിൻ്റെ താഴെ ട്രിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് 0 20 ആക്കി കൊടുക്കുക. ഓക്കെ, കറക്റ്റ് 20 സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ ഒരു റൊട്ടേഷൻ ആ ഒരു ആനിമേഷൻ സംഭവമാണ് കൊണ്ടുവരേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത ശേഷം ഇനി നമ്മൾ റൊട്ടേഷനാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ റൊട്ടേഷനിൽ വരിക, ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, അതിൽ ഫുൾ വാല്യൂ 0. ദെൻ നമ്മൾ ലാസ്റ്റത്തെ കീ ഫ്രെയിം ആഡ് ചെയ്യുക. ലാസ്റ്റ് കീ ഫ്രെയിമിൽ വൈര വാല്യൂ ഒന്ന് -100 സെറ്റ് ചെയ്ത് കൊടുക്കുക. വൈര വാല്യൂ ഒന്ന് -100 സെറ്റ് ചെയ്യുക. സെഡിൻ്റെ വാല്യൂ ഒന്ന് +30 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ കറക്റ്റായിട്ട് +30 ഈ ഒരു റേഞ്ചിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ആ ഒരു കീ ഫ്രെയിം ഇതേപോലെ എൻഡിലായി സെറ്റ് ചെയ്യുക. നമ്മൾ ആ ഒരു നേരത്തെ കോപ്പി ചെയ്ത കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ താഴേക്ക് വരിക. താഴേക്ക് വന്നാൽ നമുക്കിവിടെ സ്കെയിലിൻ്റെ ഓപ്ഷൻ കാണിക്കും. സ്കെയിലിൻ്റെ ഓപ്ഷൻ വന്നാൽ നമുക്കിവിടെ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക 0.35, അത് വന്ന് ഇതേപോലെ എൻഡിലേക്ക് സെറ്റ് ചെയ്യുക. ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നമ്മൾ 0 സെറ്റ് ചെയ്യുക. ഇതേപോലെ 0 ആക്കി കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ ആ ഒരു കർവ് തന്നെ പേസ്റ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, നമ്മൾ ഇതിൽ ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ബാക്ക് വരിക, ആഡ് എഫക്ട്സിൽ വരിക. ഇതിൽ വന്ന് ഡ്രോയിങ് ആൻഡ് എഡ്ജിൽ വന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലോ ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇലക്ട്രിക് എഡ്ജസോ അല്ലെങ്കിൽ ഗ്ലോ കൊടുക്കുന്നില്ലെങ്കിൽ കൊടുക്കേണ്ടത്. ആഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു എഫക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഗ്ലോ ആഡ് ചെയ്യുമ്പോൾ ഇതേപോലെ ഈ ഒരു ഗ്ലോ നമുക്ക് കിട്ടും. ഗ്ലോ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കളറിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ കൊടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം വൈറ്റ് കൊടുക്കുന്നു. ഇപ്പം ബാക്കിയുള്ള കളർ വേണം കണ്ടില്ല, നിങ്ങൾക്ക് ഏതൊരു കളർ വേണം കൊടുക്കുക. നിങ്ങളുടെ വീഡിയോയുടെ ആ ഒരു തീം അനുസരിച്ച് നിങ്ങൾ കൊടുക്കുന്ന CC കാര്യങ്ങളൊക്കെ അനുസരിച്ച് മാച്ച് ആവുന്ന രീതിക്ക് കൊടുക്കുക. ശേഷം ഇവിടെ സ്ക്രീനിലുള്ളത് നോർമലാക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ റേഡിയസ് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ കുറക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പം 90 ആണ് കൊടുക്കുന്നത്. ഇതേപോലെയാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇനി വേരി ചെയ്യണമെന്നുണ്ടെങ്കിൽ വേരി ചെയ്യുക. അത് ഓരോരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ലെയറിൻ്റെ നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ശേഷം ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയർ സെലക്ട് ചെയ്യുക. അവിടെ മുകളിലെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫ്ലിപ്പ് ഹൊറിസോണ്ടലി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ രണ്ടാമതായിട്ട്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതി കിട്ടും. ഇനി നമ്മൾ ബാക്കിയുള്ള നേരത്തെ ഓഫാക്കിയിട്ട് ആ 2 ലെയർ ഓൺ ആക്കിയാൽ ഇതേപോലെ കിട്ടും. പ്ലേ ചെയ്യുമ്പോൾ നല്ല ലാഗ് ഉണ്ടാവും, കണ്ടില്ലേ? ഈ ഒരു രീതിക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഫൈനൽ ലെയറാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ ഒരു ലെയേഴ്സൊക്കെ നിങ്ങൾ ഓഫാക്കി ഇടണം. മീൻസ് നിങ്ങൾക്ക് ലാഗ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫാക്കി ഇടാം. ഓക്കെ, ശേഷം നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്തൊരു ഫോട്ടോ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് ആഡ് ചെയ്യുന്നത്. ശേഷം ഇതേപോലെ
അത് വന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ആഡ് എഫക്ട്സിൽ വരിക, 3Dയിൽ തന്നെ വരിക, ഫ്ലിപ്പ് ലെയർ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് വന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്ലിപ്പ് ലെയർ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതേപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് 110 സെറ്റ് ചെയ്യുക. ഓക്കെ, 110 കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ഇപ്പോൾ എല്ലാ ലെയറും ഓൺ ആക്കിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഒരിക്കൽ ചെയ്ത് നോക്കിയാൽ അത്യാവശ്യം എൻ്റെ ഫോണിൽ നല്ല ലാഗ് വന്നുകൊണ്ടാണ് ഞാൻ ഇത് ഓഫ് ആക്കിയിട്ടിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ലാഗ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഓൺ ആക്കിയിട്ടിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, ശേഷം നമുക്ക് ഇത് ഫസ്റ്റിലേക്ക് ഇത് എൻഡിലേക്കായി സെറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത കർവ് ഇതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ബാക്ക് വരിക, ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, സ്കെയിൽ ടൂൾ വന്ന് ഇതേപോലെ സ്കെയിൽ ചെയ്യുക. ഇതേപോലെ നന്നായി സ്കെയിൽ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഈ ഒരു ലെയേഴ്സൊക്കെ ഓണാക്കി കൊടുക്കുക. ശേഷം നമ്മൾ ആ ഇപ്പോൾ ആഡ് ചെയ്ത ലെയർ വന്ന് ജസ്റ്റ് ഈ 2 എണ്ണത്തിൻ്റെ ഇടയ്ക്കേക്കായിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ഇവിടെയായി വന്ന് സ്കെയിൽ ടൂളിലേക്ക് വരിക. അത്യാവശ്യം നല്ല ലാഗ് ഉണ്ട്. ഇതേപോലെ നന്നായി സ്കെയിൽ ചെയ്ത് കൊടുക്കുക. അതായത് ആ ഒരു മീൻസ് നിങ്ങളിപ്പോൾ കാണുന്നില്ല, അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ചെയ്യുമ്പോൾ അത്രമാത്രം പെർഫെക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല, കാരണം ഇത് നല്ല ടൈം എടുത്ത് ചെയ്യണം. അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ റൊട്ടേഷനൊക്കെ ഉപയോഗിച്ച് റൊട്ടേഷൻ സ്കെയിൽ ടൂളൊക്കെ യൂസ് ചെയ്ത് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഏകദേശ രീതിയിൽ ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ യൂസ് ചെയ്ത് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു രീതിക്ക് അവിടെ പുറത്തായിട്ട് ആ ഒരു ഫോട്ടോ കാണും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അഗെയിൻ നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിലേക്ക് വരിക, 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക ഇതേപോലെ. അപ്പോൾ എൻഡിലെ കീ ഫ്രെയിമിന് നമ്മളിപ്പോൾ ഉള്ള വാല്യൂ തന്നെ അത് എൻഡിലേക്ക് സെറ്റ് ചെയ്യുക. ഫസ്റ്റിലെ കീ ഫ്രെയിം നമ്മൾ 0 ആക്കി കൊടുക്കുക. ഓക്കെ, 0 ആക്കി കൊടുക്കുക, അത് ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ശേഷം നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഒരു കർവ് ഇവിടെയും വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ട്രാൻസിഷൻ ഫൈനലി സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതെത്ര സമയമായി ഇപ്പോൾ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. നിങ്ങൾ മാക്സിമം എല്ലാവരും ഇത് ഫുള്ള് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രാൻസിഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഇതേപോലുള്ള കൂടുതൽ ട്രാൻസിഷൻസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. സോ ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.